മന്ത്രിയാവുന്നതിനോടൊപ്പം മകളെ കെട്ടിച്ചിരുന്ന കാര്യവും അങ്കിളിനോട് പറയണം. മിനിസ്റ്റർ ആയിരിക്കുമ്പോ ഹണിമൂൺ ട്രിപ്പ് വിദേശത്താണ്. 7 മണിയാവാൻ ഇനി 5 മിനിറ്റ് ഉണ്ട്. ഞാൻ പ്രസ് മീറ്റ് നടത്താൻ പോകുന്ന കാര്യം എങ്ങനെ ലീക്കായിട്ടുണ്ട്. എല്ലാരും ഭയങ്കര സസ്പെൻസിലാണ്. അതെ, അങ്ങനെ നിർത്തണം. മറ്റുള്ളവരെ സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തണം. ജയന് പാർട്ടി നേതാക്കന്മാരിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? പ്രതാപവർമ്മയോടോ അംബികാവർമ്മയോടോ അതോ ഈ പാവം എന്നോടോ? ഇതെന്ത് ചോദ്യം ആനന്ദപിള്ള സാറെ ചോദിക്കുന്നത്? പരിചയപ്പെടാൻ ഇത്തിരി വൈകിപ്പോയി എന്നുള്ള ഒറ്റ കുറ്റബോധം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ആനന്ദപിള്ള സാറെന്ന് പറഞ്ഞ ജീവനാ. നിന്നെ പോലത്തെ ഗജ ഫ്രോഡുകളെയാടാ എനിക്കിഷ്ടം. ഏതലവനതി മന്ത്രിയാലെന്താ, എനിക്ക് പിയാണ്. ഫോണ്. ഓ, ദീപക്ക. മോനെ ദീപക്കേ. ആംഗിളെ, ഈ അവസാന ഘട്ടത്തില് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അതൊന്നും വേണ്ട. മോനോടി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. വന്നാലേ പലർക്കും ഡൗട്ട് അടിക്കും. എനിക്ക് ഇവിടെ കൂടെ സഹായത്തിന് മിസ്റ്റർ ജയൻ ഉണ്ടല്ലോ. എനിക്ക് വയ്യ. അങ്കിളെ, 7 മണിയാവുന്നവരെ എനിക്ക് ഒരു സമാധാനമില്ല. വൃത്തികെട്ടവൻ കാണിച്ചതേ എന്തൊരു ചതിയാ. വിശ്വാസവഞ്ചനയല്ലേ അവൻ കാണിച്ചേ. ദൈവമേ, അയാൾ ഈ കളിയൊക്കെ കളിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അത് ഞാനും അനന്തനങ്ങളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? പക്ഷെ അമ്മ ഇടഞ്ഞാലും പ്രശ്നമാവും. എന്ത് ചെയ്യും? എടാ, നീ എന്താടാ ആലോചിക്കുന്നേ? നീ വണ്ടി എടുത്തേ, അവരോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. അമ്മേ, നീ മാറിയേ. അമ്മേ, പറയുന്നതൊക്കെ പോകണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്കിള് കാണിക്കുന്നതിലൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ തന്ത്രം കാണും. എടാ, എന്ത് രാഷ്ട്രീയ തന്ത്രം? അയാളെ പ്രസ് മീറ്റിൽ വന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? കേട്ടു. പക്ഷെ നമ്മൾ ഇരച്ചു കെട്ടി ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. പോണം. ഇതൊന്നുമേ വച്ച് താമസിക്കാൻ പറ്റില്ല. ഇതൊക്കെ ചതിയാ. ഇതിനെ പറ്റി എനിക്ക് ചോദിച്ചേ പറ്റൂ. അമ്മേ, ചോദിക്കാം. അമ്മ ഒരല്പം വെയിറ്റ് ചെയ്യ്. എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണല്ലോ എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ തകർത്തത്. ഈ സത്യം നിങ്ങളിപ്പോ എന്റെ അച്ഛന്റെ മുൻപിൽ പറയണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. തൽക്കാലം അവരെ വിട്. വർമ്മ സാർ ഒന്നാമത് ടെൻഷനില്ല. ഇനി ഇതുകൂടി കേൾക്കുമ്പോ സാറിന്റെ ടെൻഷൻ ഇരട്ടിയാവും. ഇവർക്കുള്ള പൊതുവിചാരണയ്ക്കും വിധിക്കും സമയം ഇനിയും കിടക്കുമല്ലേ? അത് വർമ്മ സാറിന്റെ കോടതിയില് സാറ് തന്നെ വിധി പറയുന്നൊരു ദിവസം വരും. വിളിച്ചോണ്ട് പോടാ നിന്റെ അമ്മയെ. എടാ, നീ നിരന്തരം എന്നോട് പക വീട്ടുക. ഞാനത് തൽക്കാലം ക്ഷമിക്കുന്നതേ. ഇവൻ പറഞ്ഞതുപോലെ എനിക്കും ഒരു ദിവസം വരും. നീ കരുതിയിരുന്നോടി. എനിക്ക് തോന്നുന്നത് സാർ ഇപ്പൊ തന്നെ എന്തെങ്കിലും ബുദ്ധിപൂർവമായ തീരുമാനം എടുത്തിട്ടുണ്ടാവുന്ന. സുജാതെ, ആശ്വാസവാക്കുന്ന രീതിയിൽ നീ പറയുന്നതൊന്നും ഇപ്പൊ എന്റെ തലയിൽ കയറില്ല. നീ എനിക്ക് ആ BP ടാബ്ലറ്റ് ഒന്ന് എടുക്കുക. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് തല പെരുക്കുക.
പറയുന്നത് ശരി തന്നെയാ. അദ്ദേഹം വളരെ ബുദ്ധിമാനും ശക്തനും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും പഴയതുപോലെ ആയിട്ടില്ല. മനസ്സിനുണ്ടാകുന്ന ചെറിയ മുറിവുകൾ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തില് ഇരട്ടി പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഡം. പക്ഷെ മാഡം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോ എന്റെ ആദ്യം പരവേശമൊക്കെ അദ്ദേഹത്തിന് ഓർത്താ. പാവം, ഇപ്പൊ എന്ത് ചെയ്യാവും? അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് ഒരു തരി തീ വീണാല് ആ തീ ആളെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങള് തെറ്റിപ്പോയിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. നമുക്ക് ഋതുമോളെ എന്ന് വിളിച്ച് സംസാരിച്ചാലോ? ഇപ്പൊ വേണ്ട, അവളും ടെൻഷനിലാവും. വർമ്മ സാറിന്റെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തെ അനന്തപിള്ള ഉപദ്രവിക്കുന്നത് വളരെ മോശം. അവൻ ഒരു കാലത്തും ഗതി പിടിക്കാതെ പോതേയുള്ളൂ. ഇത് രാഷ്ട്രീയമല്ല സുജാതെ. വീണ് കിടക്കുന്നവനെ കല്ലെറിഞ്ഞില്ലാതാക്കാനേ ശത്രുക്കൾ ശ്രമിക്കൂ. മരണത്തിലേക്ക് വഴുതി പോകാതെ അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ ദൈവം എനിക്കൊരു അവസരം തന്നു. പക്ഷേ ഇപ്പോ ഈ ചതിക്കുഴിയിൽ നിന്നും അദ്ദേഹത്തെ